അഭിസംബോധന MBS മാനേജ്മെന്റ് കമ്മിറ്റി ട്രഷറർ സക്കീർ ഹുസൈൻ സാറിനെ ക്ഷണിച്ചുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രമോഷൻ കിട്ടാൻ പോകുന്ന ഒന്ന് നമ്മുടെ യുവതാരങ്ങളും അതിനൊപ്പം തന്നെയുണ്ട്. അവരെല്ലാം നമ്മുടെ ഗസ്റ്റുകളാണ്. അവര് നമ്മുടെ ആതിഥേയം അനുസരിച്ച് നമുക്ക് ഏറ്റവും ഭംഗിയായി അവരോട് ചോർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് അവരോട് നമുക്ക് ഒരുമിച്ച് ചേരണം. ഏതായാലും കോളേജ് യൂണിയനെയും പ്രിൻസിപ്പളെയൊക്കെ അഭിനന്ദിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുമായി അന്യം നിന്ന് പോകുന്ന നമ്മുടെ കലാവിരുന്നുകൾ വീണ്ടും വളരെ തീവ്രതയോടെ തന്നെ നമ്മുടെ കലാരൂപങ്ങൾ പുതിയ സൃഷ്ടിയായി, നമ്മുടെ ആവേശമായി, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ പഴയതിനെ പിനുക്കി നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ MES കലാലയം ആ പഴയത് നമ്മളെ ഒന്ന് മിനുക്കി നമ്മുടെ തനിമ ആവർത്തിച്ചു. നമ്മുടെ കോളേജിന്റെ ട്രഷറർ സെക്യൂരിറ്റി നമുക്കിന്ന് അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ നാദിർ ഷാ, ശ്രീ മുബീൻ, ശ്രീ അർജുൻ അശോക് അടക്കമുള്ള സിനിമാ പ്രവർത്തകരെ, കോളേജ് യൂണിയന്റെ ചെയർമാൻ ശ്രീ അർഷദ് അഷ്റഫ്, ആർട്സ് ക്ലബ് സെക്രട്ടറി ഫറൂഖ്. ഞങ്ങളുടെ ഒരു സിനിമ ഈ വരുന്ന 23-ാം തീയതി വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്യപ്പെടുകയാണ്. ആദ്യം ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യൻസിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് മുബീൻ റാഫി, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ റാഫിയുടെ മകനാണ്. പഞ്ചാബി ഹൗസ്, തെങ്കാച്ചിപ്പട്ടണം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ, തിരക്കഥാകൃത്ത് അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ഈ മുബിന്റെ ആദ്യത്തെ സിനിമയാണ് ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. മുബിന്റെ നായികയായിട്ട് ഈ സിനിമയിലുള്ളത് ദേവിക സഞ്ജയ് ആണ്. ദേവിക സഞ്ജയ് നിങ്ങൾക്ക് മകൾ, ഞാൻ പ്രകാശം തുടങ്ങിയ സിനിമകളിൽ കുട്ടി. പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്റെയൊക്കെ സ്വന്തം സഹോദരൻ ആയിട്ടുള്ള അശോക് ചേട്ടന്റെ പിന്നെ ശിവജിത്ത് മലയാള സിനിമയില് നിങ്ങൾക്ക് ഒരുപാട് മുഖപരിചയം ഇപ്പൊ ഇല്ലെങ്കിലും ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ശിവജിത്തിനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടാൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ തെലുങ്ക് സിനിമകളിൽ, തെലുങ്ക്, കന്നഡ, തമിഴ് തുടങ്ങിയ സിനിമകളിലൊക്കെ സജീവമായിട്ടുള്ള സാന്നിധ്യമാണ് ശിവജിത്ത്. പിന്നെ നമ്മുടെ സൈലക്സ് അബ്രാം സിനിമയുടെ ഈ സിനിമ സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്താണ്. പിന്നെ അത് കലാഭവൻ ചിൻഡോ ഈ സിനിമ നിങ്ങൾ ടെലിവിഷനിലൂടെയും സിനിമയിലൂടെയൊക്കെ സുപരിചിതനാണ്. ഇത് ധന റാസി. ഈ സിനിമയില് 5 പാട്ടുകളുണ്ട്. അതിൽ 4 പാട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹൃദയം
തുടങ്ങിയ സിനിമകളിലെ സൂപ്പർ ഹിറ്റ് എനിക്ക് ഹിഷാം അബ്ദുൾ വഹാബാണ് എന്ന മ്യൂസിക് ഡയറക്ടർ. പക്ഷെ ഇവിടെ വന്നതിന് പിന്നെ മനസ്സിലായത് ഇതാണ് കോളേജ്. ഇതേ വൈകിട്ട് തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഫെബ്രുവരി 23 ഉറപ്പായിട്ട് നിങ്ങൾ പോയി ഈ സിനിമ കാണണം. കണ്ടിട്ട് ആ തിയേറ്ററിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫോട്ടോ എനിക്ക് അർജുനോ നാഷികാക്കോ സുനിതനോ ആരെങ്കിലും അയക്കണം. ഉറപ്പായിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്യും, റിപ്ലൈ ചെയ്യും. ആ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ വന്നതിലും നിങ്ങൾ എല്ലാവരും കണ്ടതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഈ രണ്ട് നായകന്മാർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ചെറിയ ഇലക്ട്രിക്കൽ കാണിക്കുന്ന അപ്പോൾ നാദൃഷ്ടിയുടെ പടങ്ങൾ എപ്പോഴും സൂപ്പർ ആയിട്ട് എല്ലാ പടങ്ങളും സൂപ്പർ ആയിട്ട് ഒരുപാട് കളർ ചിരിക്കാനും ചിന്തിപ്പിക്കാനുള്ള പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അർജുന്റെ പടങ്ങളുടെ പ്രമേയം സൂപ്പർ ഹിറ്റായി. അപ്പം എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. മലയാള സിനിമയിലും നമ്മുടെ കൂടെയുള്ള ഓർമ്മ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 23 ഫെബ്രുവരി 23 എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം പടം. അതുപോലെ സുഹൃത്തുക്കളോട് പറയണം, ഫാമിലിയായിട്ട് പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് സന്തോഷം. നല്ല എനർജിയാണ്, നല്ല പോസിറ്റീവ് എനർജിയാണ്. താങ്ക് യു സോ മച്ച്. ഈ ഗായിക ധനാബസി. ഹലോ MBS. നമുക്ക് പരിചയമുള്ള സ്ഥലമാണ്. ഞാൻ ഇതിന്റെ സെക്കൻഡ് ടൈമാണ് മാറമ്പള്ളിയിൽ വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നടനെ പ്രത്യേകം സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമാണ് വരുന്നത്. വീണ്ടും ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പടം ഞാൻ പാടി എൻ്റെ ആദ്യത്തെ പടമാണിത്. അപ്പോൾ ഫെബ്രുവരി 23 വേൾഡ് റിലീസ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കൂടെ ഉണ്ടാവില്ലേ? പാട്ട് പാടാം ഉറപ്പായിട്ടും. താങ്ക് യു. God,